നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വേൾഡ് കപ്പ് തൊട്ടരികിലെത്തി നിൽക്കവേ അർജന്റീനയ്ക്ക് ആശങ്കയായി സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരം ഇന്റർ മയാമിയും ഫിലാഡൽഫിയയും തമ്മിൽ നടന്ന മത്സരത്തിലാണ് മെസ്സിക്ക് പരിക്കേറ്റിരിക്കുന്നത്. കളി 6-4 ഇന്റർ മയാമി ജയിച്ചു. മെസ്സി 2 അസിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കളിയുടെ 70 മിനിറ്റുകൾ പിന്നിട്ട സമയത്ത് അദ്ദേഹം തനിക്ക് പരിക്കുണ്ട് എന്ന് തൻ്റെ ബെഞ്ചിനെ അറിയിച്ചതിനെ തുടർന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹം കയറി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പുറകുവശത്ത് അദ്ദേഹം ഗ്രാബ് ചെയ്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. നേരെ അദ്ദേഹം ടണലിലേക്ക് പോവുകയാണ് ചെയ്തത്. 73-ാമത്തെ മിനിറ്റിൽ മെസ്സിക്ക് പകരം സിൽവറ്റിയെ കളിക്കളത്തിലേക്ക് ഇറക്കി. തീർച്ചയായിട്ടും ആശങ്ക ഇപ്പോൾ അർജന്റീൻ ക്യാമ്പിലുണ്ട്. ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്: ലയണൽ മെസ്സി കളിക്കളം വിട്ടിരിക്കുന്നു വിത്ത് സസ്പെക്റ്റഡ് ഇഞ്ചുറി ഡ്യൂറിംഗ് ദി ലാസ്റ്റ് ഗെയിം ഫോർ ഇന്റർ മയാമി ബിഫോർ 2026 വേൾഡ് കപ്പ്. ഇന്റർ മയാമി സ്റ്റാഫ് ടു അസസ് ഹിസ് ഇഷ്യൂ എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇറ്റലിക്കാരനായിട്ടുള്ള ഫബ്രീസിയോയുടെ റിപ്പോർട്ട് പറഞ്ഞെങ്കിൽ പല സുഹൃത്തുക്കൾക്കും വിശ്വാസമാവുന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞെന്നുള്ളൂ. വിശദമായ റിപ്പോർട്ട് എന്തായാലും അർജന്റീനയിൽ നിന്ന് TYC സ്പോർട്സ് നൽകുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. അതിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതിലവർ വളരെ കൃത്യമായിട്ട് പറയുന്നത് താരത്തിന് പരിക്കുണ്ട്. പക്ഷെ ആ പരിക്കിൻ്റെ വിഷയം എത്രത്തോളം ആഘാതമുള്ളതാണ് എന്നുള്ളത് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് ദി കണ്ടീഷൻ ഓഫ് ദി അർജന്റൈൻ ക്യാപ്റ്റൻ ഈസ് കറൻ്റ്ലി അൺനോൺ. കൃത്യമായി എന്താണ് അവസ്ഥ എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇന്റർ മയാമിയുടെ കോച്ചിങ് സ്റ്റാഫ് വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അർജന്റീൻ ടീമും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ് ജൂൺ 11 ആരംഭിക്കുന്നു. ഫിഫ ഒഫീഷ്യലി 26 അംഗ സ്ക്വാഡ് എല്ലാ ടീമുകളുടെയും പ്രസിദ്ധീകരിക്കുക ജൂൺ 2-നാണ്. ഈ മാസം അവസാനത്തോടു കൂടി അർജന്റീന ടീം അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കാനിരിക്കവെയാണ് ഈ ഒരു പരിക്ക് പറ്റിയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും എന്നുകൂടി ഇപ്പോൾ കൃത്യമായിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നടത്താൻ പോകുന്നു. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതിൽ വ്യക്തത വരിക. ഏതായാലും ഇപ്പോൾ താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു, ഇഞ്ചുറി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.